ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ സഹായിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, അതായത് നമ്മൾ പഠിക്കേണ്ട പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ ഒരു വിഷയമാണ് ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിക്കേണ്ടത്. എന്താ കാരണം? ഞാനും നിങ്ങൾ ഒരു ദിവസം അത് അഭിമുഖീകരിക്കും. മരിക്കാതെ ഭൂമിയിൽ ജീവിക്കുന്നവരാരുമില്ലേ? മരിക്കും, നമ്മൾ മരിക്കും. കാലം അല്പം പോകുമ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ, വളരെ കുറച്ചു പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 50 വർഷം കഴിയുമ്പോൾ, ഒരു 80 വർഷം കഴിയുമ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന എത്ര പേര് കാണും? 1100 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിൽ എത്ര പേര് ശേഷിക്കുന്നുണ്ട്? നമ്മള് ഓർക്കുകയുണ്ടായി, 1100 കോടി ജനങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 110 ബില്യൺ ആളുകൾ. അതില് ഏതാണ്ട് 6.8 ബില്യനെ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി, അവരൊക്കെ മരിച്ചു. ദൈവം അതുകൊണ്ടാണ് ഈ ഷുവറായ മരണം നമ്മള് 2 ശമൂവേൽ 14:14 വായിക്കുകയുണ്ടായി. തെക്കോവയിലെ ജ്ഞാനിയായ സ്ത്രീ പറഞ്ഞ പോലെ നാം മരിക്കേണ്ടുന്നവരാണ്. ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ we will surely die and become like water that spilt on the ground that cannot be gathered up again. We will surely die. മരിക്കും. ആ മരണത്തെക്കുറിച്ച്, മരണത്തിനപ്പുറം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വായിച്ച ഒരു രസകരമായ ഒരു അവതരണം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു പഴയ കാലത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനെ ചിരിപ്പിക്കുന്ന, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വിദൂഷകൻ അല്ലെങ്കിൽ ഒരു ബഫൂൺ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനെ ചിരിപ്പിക്കും. അങ്ങനെ രാജാവ് ഒരിക്കൽ തന്നെ ആദരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിദൂഷകൻ, നീയാണ് ഏറ്റവും വലിയ ബഫൂൺ. ഇതാ നിനക്ക് ഈ ദണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദണ്ട് രാജാവ് ഈ മനുഷ്യന് പ്രസന്റ് ചെയ്തു. കാരണം അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ വിദൂഷകൻ അല്ലെങ്കിൽ ബഫൂണായ മനുഷ്യൻ. കാലങ്ങൾ അല്പം കഴിഞ്ഞു. ഈ വിദൂഷകൻ ഈ ദണ്ട് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഒരു ദിവസം രാജാവ് തന്നെ വിളിച്ചു. രാജാവ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ്. രാജാവേ, എങ്ങോട്ടാ പോകുന്നത്? എനിക്കറിഞ്ഞുകൂടാ. രാജാവ് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് എന്തറിയാം? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പല ചോദ്യങ്ങൾ നടന്നു. രാജാവേ, എപ്പോഴാണ് പോകുന്നത്? അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിദൂഷകൻ പറഞ്ഞത്, രാജാവേ, അങ്ങ് യാത്രയ്ക്ക് പോവുകയാണ്, അങ്ങ് എങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, അങ്ങ് എപ്പോൾ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, അങ്ങ് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. രാജാവ് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഓടിപ്പോയി തനിക്ക് സമ്മാനമായി കൊടുത്ത ആ ദണ്ടെടുത്തോണ്ട് വന്ന് രാജാവിന് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ കയ്യിലിരിക്കട്ടെ, അങ്ങ് ഒരു യാത്ര പോവുകയാണ്, അങ്ങേക്ക് എവിടോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു, എപ്പോ പോകുന്നു എന്ന് അറിയില്ല, അങ്ങേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വിദൂഷകൻ അത് തിരിച്ച് രാജാവിന് സമ്മാനമായി കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? ആ രാജാവ് മരിക്കാൻ പോവുകയാണ്, എന്നാൽ മരണത്തിനപ്പുറത്തുള്ള ഒന്നിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മരിക്കുമെന്നുള്ളത് തീർച്ചയാണ്, പക്ഷെ മരണത്തിനപ്പുറത്തുള്ള യാതൊരു കാര്യവും ആ രാജാവിന് അറിഞ്ഞുകൂടാ. അതൊരു കഥയാണെങ്കിലും വളരെ അർത്ഥപൂർണമായിട്ട് എനിക്ക് തോന്നി. ഞാൻ നിങ്ങൾ മരിക്കുമെന്നുള്ള ഷുവർട്ടിയോട് മരിക്കും നമ്മള്, വി വിൽ ഷുവർലി ഡൈ. എന്നാൽ മരണത്തിന്റെ ശേഷം നമ്മൾ എവിടെയാണ്, എന്താണ്, എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടായിരിക്കും. ആ പഠനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു, മനുഷ്യന് ത്രിഭാഗ പ്രകൃതിയുള്ളവനാണ്. He is having a tripartite nature. He has a body and inside the body there is a soul and spirit. അവന്റെ ഉള്ളില് ഒരു ദേഹിയും ആത്മാവുണ്ട്. നാം കണ്ടു, അവന്റെ സോളും സ്പിരിറ്റും തമ്മിൽ വേർതിരിപ്പാൻ നിവൃത്തിയില്ല. Only we can discern whether the thought that has come to me is from soul or from spirit. അത് ദൈവവചനത്താൽ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു ദൈവ പൈതലിനെ സാധിക്കുള്ളൂ. മരണസമയത്തും അവന്റെ സോളും സ്പിരിറ്റും തമ്മിൽ വേർപിരിയുന്നില്ല.
അതുകൊണ്ടാണ് നിത്യത എന്നുള്ളത് അവന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ആ പഠനത്തോടുള്ള ബന്ധത്തിൽ ഓർത്തു, പല കാര്യങ്ങൾ പഠിച്ചു. ഞാനത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചോട്ടെ, ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കടന്ന് ആകർഷിച്ച, മാത്രമല്ല വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിലും എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയ പാഠം ഞാൻ ഇന്ന് എടുക്കുകയാണ്. ടു റിയാക്ഷൻ ടു ഡെത്ത്, ടു ഡിഫറെന്റ് റിയാക്ഷൻ ടു ഡെത്ത്. മരണത്തോടുള്ള ബന്ധത്തിൽ രണ്ട് പ്രത്യേകമായ റിയാക്ഷൻ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രതികരണം എന്ന് വായിക്കുകയാണ്. ഞാൻ ഈ കൊറോണയുടെ സമയത്ത് വാർത്തകൾ ശ്രദ്ധിച്ചു പോവുകയാണ്. നിങ്ങൾക്കറിയാം, യൂറോപ്പില്, അമേരിക്കയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ലേഡി ഡോക്ടർ, ഒന്നല്ല ഒരു ലേഡി ഡോക്ടറിന്റെ സംഭവം ഞാൻ വായിക്കുന്നു. അവര് കൊറോണ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറാണ്. ചെറുപ്പക്കാരത്തിയാണ്, വളരെ യങ്. അവര് സൂയിസൈഡ് ചെയ്തു. നടന്ന സംഭവമാണ്. ആ ലേഡി ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന വാർത്ത എന്നെ ചിന്തിപ്പിച്ചു. അനേകരെ മരണക്കിടക്കയിൽ നോക്കിയ ഒരു ഡോക്ടറാണ് ഇവര് മരണം എല്ലാ ദിവസവും കൈകാര്യം ചെയ്ത് ഈ മരിക്കുന്നവരുടെ അവസ്ഥകൾ കണ്ടിട്ട് ഈ ഡോക്ടറിന് എത്രയോ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറുള്ള ഒരു യങ് ലേഡി ഡോക്ടർ, ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. ഒരു നടന്ന സംഭവം. ഇത് നടന്നത് കുമ്മനഘട്ട് തന്നെയാണ്. കുറെ നാളുകൾക്ക് മുമ്പ്, വളരെ നാളുകൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരു പിതാവ് എന്നോട് പറഞ്ഞതാണ്. ഒരു ദുഷ്ടനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായി. ആ ദുഷ്ടനായിട്ട് ജീവിച്ച മനുഷ്യനോട് അനേക പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടും അദ്ദേഹം അത് തിരസ്കരിച്ച് കളയുകയാണ്. അവസാനം താൻ ഒരു രോഗിയായി, ആശുപത്രിയിൽ അഡ്മിറ്റായി, മരിക്കാനുള്ള സമയമായി. ആ മരണത്തിന്റെ സമയം അടുത്തപ്പോൾ മരണഭയം തന്നെ കടന്നു പിടിച്ചിട്ട് എൻ്റെ ആ കുടുംബത്തിലുള്ള പിതാവ് എന്നോട് പറഞ്ഞത്, ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് വിരലുകളൊക്കെ കടിക്കാൻ തുടങ്ങി. കരിമ്പ് കടിക്കുന്ന പോലെ വിരലുകൾ കടിക്കുകയാണ്. എന്താ കാരണം? മരണഭയം ആ മനുഷ്യനെ അങ്ങോട്ട് ഗ്രിപ്പ് ചെയ്തു. താൻ ചെയ്ത ദുഷ്ടതകൾ ഓർമ്മ വന്നു. മരണഭയം കടന്നു വന്നിട്ട് തൻ്റെ സ്വന്തം വിരലുകളെ കടിച്ചു മുറിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, എന്നാൽ ചിലരെ കുറിച്ച് ഞാൻ വായിച്ചു. അവരുടെ അന്ത്യമെന്ന് പറഞ്ഞാൽ സുഖകരമായ ഒരു നിദ്ര പോലെയുള്ള ഒരു അന്ത്യമാണ്. ഞാൻ അങ്ങനെയുള്ളവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വായിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറയാം. എന്നാൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ ഒരു നീതിമാന്റെ മരണത്തെക്കുറിച്ചും ഒരു ദുഷ്ടന്റെ മരണം അല്ലെങ്കിൽ അനീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്റെ മരണത്തെക്കുറിച്ചും രക്ഷിക്കപ്പെടാത്തവന്റെ മരണത്തെക്കുറിച്ചും വ്യക്തമായി കാണുന്നുണ്ട്. There are two different reactions to death in the world. ഈ ലോകത്തിൽ അത് കാണുന്നു. വളരെ വ്യക്തമായി വായിക്കുന്നു. നമ്മള് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ വരുമ്പോൾ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലെയാം എന്ന പ്രവാചകൻ, ആ പ്രവാചകന് മരണമെന്നുള്ളത് അറിയാം. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഒരു കള്ളപ്രവാചകനാണ്. ആ കള്ളപ്രവാചകൻ ബാലാം എന്ന ഫോൾസ് പ്രോഫിറ്റ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നമ്മള് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലുണ്ട്. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണം? ഇസ്രായേലിന്റെ കാലശത്തെ ആർക്ക് ഗണിക്കാം? അടുത്ത ഭാഗം നോക്കിക്കട്ടെ. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഈ ബാലാം എന്ന് പറയുന്ന പ്രവാചകന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. He wanted to have a death of a righteous person. ഒരു വാക്യം, മറ്റൊരു വാക്യം, സദൃശ്യവാക്യം 14-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. Proverbs chapter 14 and verses 32. ദുഷ്ടനും
തന്റെ ദുഷ്ടതയിൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബട്ട് ദ റൈച്ചസ് ഹാസ് എ റിഫ്യൂജ് ഇൻ ഡെത്ത്. മരിക്കുന്ന സമയത്തും അവനൊരു അഭയസ്ഥാനമുണ്ട്. 116 സങ്കീർത്തനം 15 നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. Precious in the sight of the Lord is the death of his saints. അവന്റെ ഭക്തന്മാർ മരിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. ആ മരണം അവരുടെ മരണസമയത്തും they have a refuge. ബാലാം പറഞ്ഞ പോലെ എനിക്ക് ഒരു നീതിമാന്റെ മരണം വേണം, എന്റെ അവസാനം അങ്ങനെയായിരിക്കണം. എന്നാൽ അനീതിയുള്ള മനുഷ്യരുടെ മരണം ഞാൻ കാണിക്കാം. അതിന്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ബിൽദാദ് രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ശരിയായിട്ടൊരു അവിശ്വാസിയുടെ ഹൃദയത്തിന്റെ നിലവാരമാണ്. നോക്കുക, ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2 വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കുക. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കുന്നു, അവന്റെ കാലുകൾ തൊടുന്നവനെ വേട്ടയാടുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ പറഞ്ഞു പോകും, ഘോര രാജാവിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. അവൻ ആശ്രയിച്ച കൂടാരം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. പത്രോസ്, പൗലോസ് ഒക്കെ പറയുന്നത് കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. കൂടാരം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ, ആ കൂടാരം പൊളിയുക എന്ന് പറഞ്ഞാൽ മരണത്തെയാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ വായിക്കുന്നത് നോക്കിയേ, മരണസമയത്ത് എങ്ങോട്ടാ പോകുന്നത്? ഘോര രാജാവിന്റെ അടുക്കലേക്ക്. ഘോര രാജാവ്, ടെറർ ഫ്രൈറ്റനസ് ഓൺ എവറി സൈഡ്, എല്ലാ ചുറ്റിലും ഭയം എന്നെ ഭ്രമിപ്പിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഹി ഈസ് uprooted from the shelter of his tent and they are paraded before the king of terror. നോക്കുക, ഭയപ്പെടുകയാണ്. ചില ഭാഷാന്തരത്തിൽ വായിക്കുന്നത് he is marched to the king of terror. മരിക്കുന്ന സമയം എങ്ങോട്ട് പോകുന്നു? ഘോര രാജാവ്, ഭയപ്പെടുത്തുന്ന രാജാവ്, ക്രൂരനായ ഒരു രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരന്മാരെ, ഇത് തന്നെയല്ലേ പുതിയ നിയമം പറയുന്നത്? എബ്രായർ 2:15 എന്താ വായിക്കുന്നത്? ജീവപര്യന്തം മരണഭീതിയിൽ, ഫിയർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ ഭയത്തിൽ നിൽക്കുകയാണ്. മാനവരാശി അടിമകളായിരുന്നു. എന്തിന്റെ അടിമകൾ? മരണത്തോടുള്ള ബന്ധത്തിൽ മരണഭയത്തിന്റെ അടിമകളായിരുന്നു. ഇവിടെ ബിൽദാദ് പറഞ്ഞതുപോലെ ടെറർ, ആ ഭീരുത്വം എന്റെ ചുറ്റുപാടുമുണ്ട്. മരിക്കുമ്പോൾ ഘോര രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നു. എന്താ അങ്ങനെയുള്ള ഭയം? മരിച്ചു കഴിയുമ്പോൾ എന്താണ്? ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും തിരുവചനത്തിലൂടെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇറ്റ് ഈസ് എ ഫിയർ ഓഫ് ഇഗ്നറൻസ്, ഹാം, അക്കൗണ്ടബിലിറ്റി, ലോൺലിനെസ്. In a way, it is a fear of what lies beyond the death. മരണത്തിന്റെ അപ്പുറത്ത് എന്താണ്? മരണത്തിന്റെ അപ്പുറത്ത് ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. മരണത്തിന്റെ അപ്പുറത്തിന്റെ കണക്കുകൾ കൊടുക്കുകയാണ്. മരണത്തിന്റെ അപ്പുറത്ത് എന്താണെന്നുള്ള അറിവില്ല. അതിനോടുള്ള ബന്ധത്തിൽ അവരെ ഭയം കടന്നു പിടിക്കുകയാണ്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ബുക്കാണ് മരണത്തെ ഭയപ്പെടേണ്ട എന്ന് ഫ്രാൻസിസ് ബക്കൻ എഴുതിയ ഒരു ബുക്ക്. സോറി, അദ്ദേഹത്തിന്റെ കോട്ടിങ് അതിനകത്തുണ്ട്. ഫ്രാൻസിസ് ബക്കൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, men fear death as children fear to go to the dark, and the natural fear of children is increased with the tales, so is the other. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇരുട്ടിൽ പോകാൻ പേടിയാണ്. ഒരുപാട് കിഴവി കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇരുട്ടിനെ അവർ കൂടുതൽ പേടിക്കും. അമ്മൂമ്മ കഥകൾ കേട്ടിട്ടുള്ളവർ, ആ ഇരുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ പുറത്തോട്ടിറങ്ങത്തില്ല. മനുഷ്യൻ അതുപോലെയാണ്. മനുഷ്യൻ ഈ ഇരുട്ടിനകത്ത് എന്താണ്, ഈ മരണത്തിന്റെ അപ്പുറത്ത് എന്താണ്, അത് കിഴവിക്കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭയം വളരെ അധികമായിരിക്കും. ഞാൻ ആ ബുക്കില് വായിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. യുവർ റിയാക്ഷൻ ടു ഡെത്ത് വിൽ ബി കണ്ടീഷൻഡ് ബൈ യുവർ റിയാക്ഷൻ ടു ഗോഡ്.
നിങ്ങളുടെ മരണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തെ ആസ്പദമാക്കിയായിരിക്കും. Those who love God seems to welcome the opportunity of being with him. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവർ, ആ ദൈവത്തെ കുറിച്ചുള്ള അറിവുള്ളവര് അവന്റെ അടുക്കലേക്ക് പോകുവാൻ കൊതിക്കുന്നത് പോലെ your reaction will be conditioned by your reaction to death. ഞാന് ഈ ഭാഗങ്ങള് പഠിച്ചപ്പോൾ എനിക്ക് വീണ്ടും തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാനും നിങ്ങളും തെറ്റി നടക്കുന്ന ഉഴലുന്ന ആടുകളെ പോലെ. വചനത്തിൽ നിന്ന് വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഇന്ന് പത്രോസ് രേഖപ്പെടുത്തി 1 പത്രോസ് 2:25, 1 Peter chapter 2 verse 25, ഇന്ന് നമ്മള് നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായ എങ്കിലേക്ക് മടങ്ങി വന്നു. ആ ഒരു ആത്മാവിന്റെ ഇടയന്റെ കീഴിൽ ഇരിക്കുന്ന ആടുകളെ പോലെയുള്ള മനുഷ്യര് പറയുന്ന വാക്ക് ലോകപ്രസിദ്ധമായ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് നമ്മൾ വായിക്കുന്നത്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എന്റെ ഇടയനാണ്. അവിടെ വായിക്കുന്നുണ്ട് അതിന്റെ 4-ാം വാക്യത്തിൽ, though I walk through the valley of shadow of death, ഞാൻ മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം നീ എന്നോടുകൂടെ ഉണ്ട്. നോ ഫിയർ. ഒരാടിന് ഏറ്റവും ഭയം ഇരുട്ടുള്ള താഴ്വരയിലൂടെ നടക്കാനാണ്. പക്ഷേ ഇടയൻ കൂടെ അതിനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരന്മാരെ, ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെങ്കിൽ, ഒരു കുഞ്ഞ് അവൻ ഭയപ്പെടുമ്പോൾ അവന്റെ കരങ്ങൾ അവൻ സ്നേഹിക്കുന്ന പിതാവിന്റെ കരത്തിലോട്ട് ഏൽപ്പിച്ച് ആ പിതാവ് മുറുകെ പിടിക്കുന്ന പോലെ മരണത്തിന്റെ സമയത്ത് ഒരു സ്വർഗീയ പിതാവ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്ക്. ഞാന് രക്ഷിക്കപ്പെട്ട അധികമായില്ല. ഞാൻ മസ്കറ്റിന്റെ പ്രദേശത്താണ്. മുസ്ലിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ജർമ്മനിയിലുണ്ട്. ആ ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ആള് ജർമ്മനിയിൽ നിന്ന് അവിടെ വന്നു. ഞാൻ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാൻ, അന്ന് എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഐ എം എ ബാച്ചലർ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോയി. അദ്ദേഹം ഒറ്റ വാക്യം ബൈബിളിൽ നിന്ന് വായിച്ചു, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് 45 മിനിറ്റോ 1 മണിക്കൂറോ തുടർന്നു. ഞാൻ അന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാൻ മറന്നുപോയി ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്, ലോകത്തിലുള്ള ഒരു മതത്തിനും, യെസ് കീപ് ഇറ്റ് ഇൻ മൈൻഡ് അഗെയിൻ, ലോകത്തിലുള്ള ഒരു മതത്തിനും ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ നിവൃത്തിയില്ല. They don't have that understanding. യഹൂദ മതത്തിൽ പോലുമില്ല. നമ്മുടെ കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാർ കണ്ടു. അവന്റെ അടുക്കൽ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. ആദ്യം പറയുന്നത് എന്താ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ വെളിപ്പെടുത്തി പുത്രൻ, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തി. സഹോദരന്മാരെ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, നാം സ്നേഹിക്കുന്ന ദൈവം ഒരു പൃഥു ഹൃദയമുള്ളവനാണ്. ഈസ് എ ഹെവൻലി ഫാദർ. ഒരപ്പനാണ്. ആരും പിതാവിനെ കണ്ടിട്ടില്ല. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, എത്രയോ മനുഷ്യരാണ് അന്ധതയിൽ കഴിയുന്നത്. ഞാന് മതങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല. ലോകത്തിലെ വലിയൊരു മതം, ആ മതത്തിന് ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരി എഴുതിയ ബുക്കുണ്ട്, ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. ആ ബുക്കിന്റെ പേര് തന്നെ എങ്ങനെയാ? ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. പിതാവേ എന്ന് വിളിപ്പാൻ ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? അവരുടെ ചിന്തയിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഇറ്റ് ഈസ് ലൈക്ക് എ കിങ് ആൻഡ് എ സ്ലേവ്. ഒരു രാജാവും അടിമയും പോലെയാണ്. ആ രാജാവിന് അടിമയെ കൊന്നുകളയാനോ എന്തും ചെയ്യാൻ അധികാരമുണ്ട്. മറ്റൊരു കൂട്ടർക്ക് നാക്ക് നീട്ടി ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്നൊരു ദൈവം, എ ബ്ലഡ് തേഴ്സ്റ്റി ഗോഡ്. And we are the only people, not even the Jewish people.
യഹൂദന്മാർക്ക് പോലും ആ വെളിച്ചം കിട്ടിയില്ല. നമ്മുടെ കർത്താവാണ് ഈ ഭൂമിയിൽ വന്ന് സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ മനസ്സ് കടന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നിന്ന് തിരുവചനം ശ്രദ്ധിച്ചപ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കൊക്കെ പരിചയമുള്ള മുടിയനായ പുത്രന്റെ കഥ. ആ കഥയുടെ കീ എന്ന് പറഞ്ഞാൽ ദ ലോർഡ് വാസ് റിവീലിംഗ് ദ ഹെവൻലി ഫാദർ. അവിടെ നമ്മൾ വായിക്കുന്ന പ്രത്യക്ഷമായ കാര്യങ്ങളെക്കാട്ടിൽ വളരെ ആഴമേറിയ ആശയം അവിടെയുണ്ട്. ജെ.എൻ. ഡാർബി ആ ഭാഗത്തെ കുറിച്ച് രേഖപ്പെടുത്തി. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിതാവ് ദൂരത്തുനിന്ന് തന്റെ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ജെ.എൻ. ഡാർബി ആ ഭാഗത്തെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, this is the only place where God is represented as making haste. ദൈവം ധൃതി വെക്കുന്നതായി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ദൈവം ധൃതി വെക്കുന്നതായി വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയ ഒരു ഭാഗമാണത്. എന്താ കാരണം? അവന്റെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുകയാണ്. പന്നികളുടെ കൂടെ കിടന്ന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നാറി ആ പിതാവിന്റെ പാതി സ്വത്ത് നശിപ്പിച്ച മനുഷ്യന് ഈ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ ചുംബനം, ആ കാലത്ത് ചുംബനത്തിന് പല അർത്ഥമുണ്ട്. എന്നെക്കാട്ടിൽ വലിയൊരാളെ ഞാൻ എങ്ങനെയാ ചുംബിക്കുന്നത്? ആ കാലത്ത് അവന്റെ കരങ്ങൾ പിടിച്ച് എന്റെ മുട്ടുകളൊന്നും മടക്കിയിട്ട് ആ കരത്തിൽ ഞാൻ ചുംബിക്കും. അടിമകൾ പാദത്തിൽ ചുംബിക്കും. എന്നാൽ ഞാനും നീയും തുല്യനാണ് എന്ന് പറയുമ്പോൾ ഇന്നും അറബി നാടുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, ഈ കവിളുകളിലാണ് ചുംബിക്കുന്നത്. അറബ്സ് ചുംബിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ രണ്ട് കവിളിലും ചുംബിക്കും. ആ കവിളിൽ ചുംബിക്കുക എന്ന വാക്കിന്റെ അർത്ഥം യു ആർ ഈക്വൽ ടു മീ, യു ആർ ഈക്വൽ ടു മീ. ഈ മുടിയനായ പുത്രൻ നശിപ്പിച്ച്, സ്വത്ത് നശിപ്പിച്ച്, വേശ്യകളുടെ കൂടെ സ്വത്തുകൾ നശിപ്പിച്ച്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, പന്നികളുടെ കൂടെ തിന്നുകിടന്ന ആ പിതാവിന് അപമാനം വരുത്തി തിരിച്ചു വരുന്ന പുത്രനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിക്കുന്ന പിതാവ്. ദിസ് ഈസ് അവർ ഹെവൻലി ഫാദർ. നമുക്ക് നമ്മുടെ കർത്താവ് ആ പിതാവിനെ വെളിപ്പെടുത്തി തന്നു. ഇന്ന് രാവിലെ, ഇന്ന് ഈ സമയം ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ. എഫേസ്യർ 1:5 വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തു. ഇംഗ്ലീഷിൽ വായിച്ചാൽ വി ആർ അഡോപ്റ്റഡ് ആസ് ഹിസ് ചിൽഡ്രൻ. എന്നെ ആ കുടുംബത്തിലോട്ട്, ദൈവത്തിന്റെ ഭവനത്തിലോട്ട് എന്നെ ദത്തെടുത്തു. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഓർപ്പിച്ചോട്ടെ, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ ഓർപ്പിച്ചോട്ടെ. ദത്തെടുക്കുമ്പോൾ ആ പിതാവിന്റെയും പുത്രന്റെയും ബന്ധത്തിന്റെ സ്പിരിറ്റില്ല. എനിക്ക് വേണേ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം, എന്റെ വീട്ടിൽ എനിക്ക് വളർത്താം, എന്റെ സ്വത്തിന്റെ അവകാശം കൊടുക്കാം. പക്ഷേ എനിക്ക് ജനിച്ചൊരു കുഞ്ഞിന് ഹി ഹാസ് എ സ്പിരിറ്റ്. അവൻ അപ്പൻ എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക പദമാണ്, ഒരു പ്രത്യേക അനുഭവമാണ്. അവൻ എന്നെ അപ്പൻ എന്ന് വിളിക്കുമ്പോൾ, ഡാഡി എന്ന് വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക അനുഭവമുണ്ട്. ഒരു അഡോപ്റ്റഡ് ചൈൽഡിന് അങ്ങനെ വിളിക്കാൻ നിവൃത്തിയില്ല. അവൻ വിളിക്കും, പക്ഷെങ്കിൽ there is no spirit of father son relation. അതുകൊണ്ടാണ് നമ്മള് 2 വാക്യം ഒരെണ്ണമേലും ഞാനൊന്ന് വായിച്ചോട്ടെ. റോമലേഖനം 8-ാം അധ്യായം എന്നെടുത്താട്ടെ. നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ ആ പട്ടികകൾ നമ്മൾ മനസ്സിലാക്കണം. 2 പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 15-16 വാക്യം, ഗലാത്യർ 4:6-7 വരെയുള്ള വാക്യത്തിലുമുണ്ട്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, നോക്കിയേ ആ വാക്യം, ഭയപ്പെടേണ്ടതിന്, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന് ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. സെയിം തിങ് യു ഫൈൻഡ് ഇറ്റ് ഇൻ ഗലേഷ്യൻസ് 4:4-6. നമ്മൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവല്ല. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമായി അടുത്ത് ചെല്ലുവാൻ, ഭയമില്ലാതെ അടുത്ത് ചെല്ലുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്നു. ആത്മാവ് എന്താണ്? സ്വപുത്രന്റെ ആത്മാവാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഞാൻ ആ ഭാഗം ഓർത്തു, എന്തിനാണ് ഈ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്? അത് തന്നെ ഗലാത്യ ലേഖനത്തിലും പറയുന്നുണ്ട്. ഞാനത് വായിച്ചപ്പോഴാണ്, പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അബ്ബ എന്നുള്ളത് അരാമിക് വേർഡാണ്. അരാമിക് വേർഡ്. കൊച്ചു കുഞ്ഞുങ്ങള്, പിറന്നു വീണ കുഞ്ഞ്
ആദ്യമായി അപ്പനെ വിളിക്കുമ്പോൾ അപ്പ അപ്പ ഡാഡി ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടുകളിൽ ആദ്യം വരുന്ന വാക്കാണ് ആ വാക്കാണ് ഈ അബ്ബ എന്ന വാക്ക്. ഒരു പിറന്നു വീണ കുഞ്ഞിന്റെ ചുണ്ടുകളിൽ ആദ്യം വരുന്ന പദമാണ് അബ്ബ എന്ന ആരംഭിക് വേർഡ്. അബ്ബ അബ്ബ. എന്നാൽ പിതാവെന്നുള്ള വാക്ക് ഇറ്റ് ഈസ് an intellectual apprehension of the relation. ബുദ്ധിപരമായി ആ പിതാവെന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ നോക്കണം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഈ രണ്ട് പദം കൂടെ ചേർത്താണ് എന്നെ ആ ബന്ധത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. എന്റെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, എന്റെ ഉള്ളിൽ തന്ന ആത്മാവുണ്ടല്ലോ, എന്നെ അഡോപ്റ്റ് ചെയ്തപ്പോൾ, ആ കുടുംബത്തിലേക്ക് ആക്കിയപ്പോൾ എനിക്ക് ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദൈവത്തിന്റെ അടുക്കൽ വന്ന് when I call him Abba Father, I feel that I am his child. എനിക്ക് അനുഭവപ്പെടുന്നു, എന്റെ മനസ്സിൽ അത് തോന്നുന്നു, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ബന്ധമാണ് ഒരു ദൈവ പൈതലിനുള്ളത്. ഈ സ്നേഹമുള്ള പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി. ഞാൻ എന്റെ വിഷയം പെട്ടെന്ന് എടുത്തോട്ടെ. ഞാൻ ചോദിക്കട്ടെ, മരണസമയം ഫ്രാൻസിസ് ബെക്കൻ പറഞ്ഞ പോലെ, ആ ബുക്കിൽ ഞാൻ വായിച്ചതുപോലെ, യുവർ റിയാക്ഷൻ ടു ഗോഡ്, യുവർ റിയാക്ഷൻ ടു ഡെത്ത് വിൽ ബി കണ്ടീഷൻഡ് ബൈ യുവർ റിയാക്ഷൻ ടു ഗോഡ്. എന്റെ പിതാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന എന്റെ പിതാവാണ്. സ്നേഹം നിറഞ്ഞൊരു പിതാവാണ്. ഓ, ഞാൻ അങ്ങോട്ട് പോകുവാൻ എന്തിനു ഭയപ്പെടുന്നു? എന്നെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ ഞാൻ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ വായിച്ച ചില, എൻ്റെ കയ്യില് ഒരുപാട് ബുക്കുകളുണ്ട്. ഈ ബുക്കുകളുടെ ഓതേഴ്സിനെ കുറിച്ച് കഴിയുന്നത് ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലരെ കുറിച്ചൊക്കെ അത് ആ ബുക്കിന്റെ ഫ്ലാപ്പിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ 1-2 ദൈവദാസന്മാരുടെ മരണത്തിന്റെ അന്ത്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അമേരിക്കയില് ഞാൻ ഷിക്കാഗോയിലായിരുന്നപ്പോൾ ഞാൻ D.L. മൂഡിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് കാണാനായിട്ട് പോയി. D.L. മൂഡി ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷകനായിരുന്നു. D.L. മൂഡി. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മരണസമയം വെറും 62 വയസ്സേ ഉള്ളൂ. ഓൺലി 62 years. 1899 he was only 62 years old. അദ്ദേഹം കാൻസാസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് ആയി, സിവിയർ ഹാർട്ട് അറ്റാക്ക്. തന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നു. മരിക്കും എന്ന് തീർച്ചയായി. തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തൻ്റെ ചുറ്റും നിൽക്കുകയാണ്. D.L. മൂഡിയുടെ ചുറ്റും നിൽക്കുകയാണ്. ചിലര് കരയുന്നു, ചിലര് D.L. മൂഡിയെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. D.L. മൂഡി പറഞ്ഞ വാക്ക് ഞാൻ കുറിച്ചെടുത്തു. D.L. മൂഡി കരയരുതെന്ന് പറഞ്ഞു. പക്ഷേ D.L. മൂഡി പറഞ്ഞത് ഇങ്ങനെയാണ്: ദിസ് ഈസ് മൈ ട്രയംഫ്, ദിസ് ഈസ് മൈ കൊറോണേഷൻ ഡേ. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ഫോർ ഇയേഴ്സ്. ഇത് എന്റെ വിജയമാണ്, ഇതെന്റെ രാജഗിരിയുടെ ധാരണ ദിവസമാണ്. ഞാൻ അനേക നാളുകളായി ഈ ദിവസത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ് മാൻസ് വേർഡ്, ലാസ്റ്റ് വേർഡ്? D.L. മൂഡി ഇത് പറഞ്ഞിട്ട് മരിച്ചുപോയി. ഇതെന്റെ രാജഗിരിയുടെ ധാരണ ദിവസമാണ്. ദിസ് ഈസ് മൈ ട്രയംഫ്. ഈ മരണം എന്റെ പരാജയമല്ല, ഇതെന്റെ വിജയമാണ്. ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ കയ്യില് ഒരു സെറ്റ് ഓഫ് ബൈബിൾ ഉണ്ട്. ആ ബൈബിളിന്റെ പേരാണ് ന്യൂമറിക്കൽ ബൈബിൾ. അതിന്റെ ഓഥർ എന്ന് പറയുന്നത്, ആ ബൈബിളിന്റെ എക്സ്പോസിഷൻ എഴുതിയത് പ്രസിദ്ധനായ F.W. ഗ്രാന്റ് ആണ്. ആ ബൈബിളിന്റെ ഓരോന്നിന്റെ ഫ്ലാപ്പിലും അദ്ദേഹത്തിന്റെ പടമുണ്ട്. താടിയെല്ലാം വളർത്തി വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഏതാണ്ട് 68 വയസ്സേ ഉള്ളൂ മരിക്കുമ്പോൾ. ആ ഫ്ലാപ്പിൽ എഴുതിയിട്ടുണ്ട് താൻ എങ്ങനെയാ മരിക്കുന്നത്. He made Lord Jesus through the scripture very precious to the saints. ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിനെ അങ്ങ് പ്രഷ്യസ് ആക്കി തീർത്തു. ഈ വചനം പഠിച്ചും എക്സ്പോസ് ചെയ്തും ധ്യാനിച്ചും അങ്ങനെയാണ് തൻ്റെ നോട്ടുകൾ എഴുതിയ ഈ ന്യൂമറിക്കൽ ബൈബിൾ. ദിസ് ഈസ് അബൌട്ട് 6 or something volumes എൻ്റെ കൈകളിലുണ്ട്. അതിന്റെ അവസാനത്തിൽ താൻ എങ്ങനെ മരിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. താൻ്റെ ഖസാറയിൽ
ഒരു ചാരുകസേരയിൽ ചാരിക്കിടക്കുകയാണ് FW ഗ്രാന്റ്. അദ്ദേഹത്തിന്റെ ബൈബിൾ, ഉപയോഗിക്കുന്ന ബൈബിൾ തുറന്ന കൈകളിലുണ്ട്. ചിരിച്ച മുഖത്തോടെ താൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അത് ഞാൻ കുറിച്ചെടുത്തു. ഓ ദ ബുക്ക്, ദ ബുക്ക്, ദ ബുക്ക്. കണ്ണടച്ചു. ഈ തിരുവചനം കരങ്ങൾ വെച്ചുകൊണ്ട് ഓ ദ ബുക്ക്, ദ ബുക്ക്, ദ ബുക്ക് എന്ന് പറഞ്ഞിട്ട് FW ഗ്രാന്റ് കണ്ണുകൾ അടച്ചു. ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അത് വെളിപ്പെടുത്തി കർത്താവിനെ ആസ്വദിച്ച് ദൈവമക്കൾക്ക് അവനെ പ്രമോദമാക്കി തീർത്തിട്ട് DL മൂഡി ആ ബുക്കിന്റെ മഹത്വം പറഞ്ഞ് മരിച്ചുപോയി. സോറി, FW ഗ്രാന്റ്. ഒരാളെ കൂടെ പറച്ച് ഞാൻ നിർത്തിയേക്കാം. മറ്റാരുമല്ല, അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ ചിന്തിക്കുന്നതിലുപരി ആശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് പൗലോസിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. പൗലോസിന്റെ അന്ത്യവാക്ക് 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 6 നമുക്കൊക്കെ കാണാതറിയാം. എന്നാൽ നമ്മൾ വായിക്കുന്നതിലുപരിയായിട്ട് ആശയം, അർത്ഥം അതിന്റെ അകത്തുണ്ട്. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 6 പൗലോസ് നീരോയുടെ വാളുകൊണ്ട് അറക്കപ്പെടുവാൻ ഒരു കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഡഞ്ചൻ, ഒരു കുഴിയിൽ കിടക്കുകയാണ്. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഒരു കുഴിയിൽ കിടക്കുകയാണ്. തണുപ്പുള്ള ഒരു കുഴിയറയിൽ. പൗലോസ് അവിടെ ഒരു വാക്ക് പറഞ്ഞു. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 6. അവിടെ പൗലോസ് പറയുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കും. ഈ വാക്ക് പത്രോസും പറയുന്നുണ്ട്, നിര്യാണകാലം. ലൂക്കോസിൽ വായിക്കുമ്പോൾ അവൻ യെരൂശലേമിൽ വരിക്കേണ്ട നിര്യാണത്തെ കുറിച്ച് മോശെയും ഏലിയാവും വന്ന് സംസാരിക്കുകയാണ്. നിര്യാണം. ആ വാക്ക് എനിക്ക് പ്രഷ്യസായി തീർന്നതിന്റെ കാരണം ലോകപ്രസിദ്ധനായ ഒരു ഗ്രീക്ക് ലാംഗ്വേജിന്റെ സ്കോളറാണ് വില്യം ബാക്ലെ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ തന്നെ വില്യം ബാക്ലെയുടെ കമന്ററി എന്റെ കയ്യിൽ കിട്ടി. ഞാൻ മേടിച്ചു. അദ്ദേഹം പറയുന്ന പലതും നമുക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം ലാംഗ്വേജിന്റെ പ്രത്യേകത മനസ്സിലാക്കി തരുന്നു. കാരണം ഈ വാസ് എ സ്കോളർ ഇൻ ഗ്രീക്ക് ലാംഗ്വേജ്. നമുക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത അനേക വാക്കുകളുടെ അർത്ഥം നമ്മൾ വായിച്ചാൽ സന്തോഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അദ്ദേഹം ഈ നിര്യാണം എന്ന വാക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു. ഞാൻ ഈ പറയുന്നത് ഈ വില്യം ബാക്ലെയുടെ എഴുതിയ കമന്ററിയിൽ നിന്ന് എടുത്തതാണ്. ഈ നിര്യാണം എന്ന വാക്ക് നമ്മൾ കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ അടുക്കൽ വന്ന് മോശെയും ഏലിയാവും അവൻ യെരൂശലേമിൽ വരിക്കേണ്ട നിര്യാണത്തെ കുറിച്ച് പത്രോസും പറഞ്ഞു, എന്റെ നിര്യാണ കാലം കഴിഞ്ഞ്. ഇവിടെ പൗലോസ് പറയുകയാണ് എന്റെ നിര്യാണം. മലയാളത്തിൽ നിര്യാണം എന്നാ, പക്ഷെ ഇംഗ്ലീഷ് നോക്കിയാൽ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ. എന്നാൽ അത് ഒറിജിനൽ ലാംഗ്വേജിൽ അനലൂസിസ് എന്ന വാക്ക്. ഈ വില്യം ബാക്ലെ എന്ന് പറയുന്ന പണ്ഡിതനായ ഈ ഭാഷാ പണ്ഡിതൻ പറയുന്നു അത് ഭയങ്കര ആശയനിബിഡമായ ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അദ്ദേഹം പറയുകയാണ്, that word is used for unyoking an animal. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഒരു നുഖത്തിന്റെ കീഴിൽ നിന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വയൽ ഉഴുത ശേഷം സന്ധ്യയിൽ ആ കാളയുടെ കഴുത്തിൽ നിന്ന് നുഖം അഴിച്ചു മാറ്റുന്നതിന്റെ പേരാണ് നിര്യാണം, അനലൂസിസ്. പൗലോസിന്റെ പ്രയത്നങ്ങൾ കഴിഞ്ഞു. പൗലോസിന്റെ അധ്വാനം കഴിഞ്ഞു. തന്റെ യജമാനു വേണ്ടി ഭാരം വലിച്ചും വയലുഴുതും പൗലോസ് കഠിനാധ്വാനം ചെയ്ത ഒരു കാളയെ പോലെ ഒരു ദാസനായിരുന്നു. എന്നാൽ തന്റെ അധ്വാനം കഴിഞ്ഞപ്പോൾ തന്റെ കഴുത്തിൽ നിന്ന് ആ മുഖമെടുത്ത് മാറ്റുകയാണ്. നിര്യാണം. 2, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ അനലൂസ് എന്ന വാക്കിന്റെ മറ്റൊരാശയം വില്യം ബാക്ലെ പറഞ്ഞു, ലൂസിങ് ദ ബോണ്ട് ഓഫ് ഫെറ്റേഴ്സ്. ഈ ചങ്ങലയുടെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കുക. താന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. 3, ലൂസിങ് ദ റോപ്പ് ഓഫ് എ ടെന്റ്. പൗലോസ് കൂടാരപ്പണി ചെയ്യുന്നവനാണ്. അവന്റെ യജമാനു വേണ്ടി അനേക കൂടാരങ്ങൾ അവൻ അടിച്ചിട്ടുണ്ട്. അവന്റെ നടപ്പിൽ അവന്റെ കൂടെയുള്ളവരൊക്കെ ആ കൂടാരങ്ങൾ കെട്ടി അവർ പാർത്ത് മുന്നോട്ട് നടന്നു 3 മിഷണറി ജേണി. എന്നാൽ
ആ കൂടാരത്തിന്റെ കയറുകൾ അടിച്ച് കെട്ടിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് അനലൂസിസ്. നാലാമത് താൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ലൂസിംഗ് ദ മൂറിംഗ് റോപ്സ് ഓഫ് എ ഷിപ്പ്. കപ്പല് തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ആ കപ്പല് ആ തുറമുഖത്ത് നിന്ന് അടുത്ത തുറമുഖത്തേക്ക് പോകേണ്ടപ്പോൾ കപ്പിത്താൻ കൊടുക്കുന്ന ഓർഡറാണ് അനലൂസിസ്. ആ റോപ്പ് അഴിച്ചു മാറ്റുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിച്ചോട്ടെ, പൗലോസിന്റെ വാക്കിൽ, പത്രോസിന്റെ വാക്കിൽ ഈ അനലൂസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിര്യാണമെന്ന വാക്കിന്റെ അർത്ഥം എന്നാ? laying down the burden in order to take rest. തന്റെ അധ്വാനങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. He's laying aside the shackles in order to be free. തന്റെ ചങ്ങലകളൊക്കെ അഴിച്ചു മാറ്റി നിത്യ സ്വാതന്ത്ര്യത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. It is striking the camp in order to take the residents up in the heavenly places. തന്റെ കൂടാരം അഴിച്ച് നിത്യമായ സ്വർഗത്തിന്റെ തുറമുഖത്തിൽ അവിടെ കൂടാരം അടിക്കുവാൻ തന്റെ കൂടാരത്തിന്റെ കുറ്റികൾ ഇവിടെ അറക്കുകയാണ്. മാത്രമല്ല, ആ കപ്പല് ഈ തുറമുഖത്ത് നിന്ന് നിത്യ തുറമുഖത്തിലേക്ക് പോകുവാൻ അത് അഴിച്ചുവിടുകയാണ്. ഓ, വാട്ട് എ വണ്ടർഫുൾ വേർഡ്! എന്തൊരത്ഭുതമാണ്! ഒരു വിശ്വാസിക്ക് മരണം സ്വാതന്ത്ര്യമാണ്. ഒരു വിശ്വാസിക്ക് മരണം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. ഒരു വിശ്വാസിക്ക് മരണം അവന്റെ ചങ്ങലകളും അവനെ ബന്ധിച്ചതൊക്കെ അറുത്തു മാറ്റി സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. യെസ് ബ്രദേഴ്സ്, അവനറിയാം മരണത്തിനപ്പുറം എന്താണ്. അവനെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. അവൻ വിളിക്കുന്നു ആ പിതാവിനെ അബ്ബാ ഫാദർ. ആ പിതാവിന്റെ അടുക്കൽ പോകുവാൻ അവന് ഭയമില്ല. പാപമോചനം ലഭിച്ചു, പിതാവിനോട് നിരപ്പ് ലഭിച്ചു. ആ പിതാവിന്റെ അടുക്കൽ പോകുവാൻ അവൻ കൊതിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതോടൊന്ന് പറഞ്ഞു നിർത്തിയേക്കാം. അവിടെ ഒരു എക്സ്പ്ലോറർ, ഇത് കാനഡയിൽ നടന്ന സംഭവമാണ്. ദിസ് ഹാപ്പൻഡ് ഇൻ കാനഡ. കാനഡയിൽ നടന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ, വളരെ പ്രോസ്പെറസ് ഫ്യൂച്ചർ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പുറത്തൊക്കെ ഈ ബാഗും ഒക്കെ, എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ പേരൊക്കെ, അത് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആളുകൾ പോകാറുണ്ട്. ഇദ്ദേഹം ഈ പണ്ടാരം എടുത്ത് പുറത്ത് കിട്ടി. അദ്ദേഹം കാനഡയിലെ ലോങ് റാപ്പിഡ്സിലെ ഹെയർ റിവർ എന്ന് പറയുന്ന ഒരു നദീ തീരത്തുകൂടെ അങ്ങനെ പുള്ളി യാത്ര ചെയ്തു പോയി. വനാന്തരത്തിലൂടെ യാത്ര ചെയ്തു. അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാ ആൽബർട്ട, കാനഡയിൽ. അദ്ദേഹം പോയി അങ്ങനെ നടന്നു പോയി വഴി തെറ്റിപ്പോയി, വനത്തിനകത്തായി പോയി. തിരിച്ചു വരാൻ വഴിയേറിയില്ല. പല ദിവസങ്ങൾ കടന്നുപോയി, അനേക ദിവസങ്ങൾ കടന്നുപോയി. താൻ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആളുകൾക്ക് മനസ്സിലായി അദ്ദേഹം വഴി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അന്വേഷിച്ച് ആളുകൾ പുറപ്പെട്ടു. അന്വേഷിച്ച് എന്നപ്പോൾ താന് ഈ വനത്തിന്റെ അകത്തൊരു സ്ഥലത്തിരിപ്പുണ്ട്. എങ്ങനായിരിക്കുന്നറിയാമോ? ഒരു കൊച്ചു ടെന്റ് താൻ കെട്ടിയിട്ടുണ്ട്. തനിക്ക് ഇരിക്കാൻ ഒരു ചെറിയ ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ ഒരു കടലാസ് ഉണ്ട്. താൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി. ഇവര് ചെന്ന് കണ്ടുപിടിക്കുമ്പോൾ മരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ മരിച്ച കരങ്ങളിൽ ആ കടലാസ് കഷ്ണമുണ്ട്. അവര് കടലാസ് എടുത്ത് നോക്കി എന്താ എഴുതിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹം എഴുതിയത് അതുപോലെ കുറിച്ച് ഞാൻ എടുത്തു. അമ്മയ്ക്ക് എഴുതിയ ഒരു എഴുത്താണ്. ദാറ്റ് ഈസ് എ ലെറ്റർ റിട്ടൺ ടു ഹിസ് മദർ. പക്ഷേ ഞാനത് പല ആവർത്തി വായിച്ചു. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചു മലയാളം പറയാം. തൻ്റെ മദറിന് എഴുതുകയാണ്. മമ്മി, ദ സൺ ഈസ് സെറ്റിംഗ് മദർ. അമ്മി, സൂര്യൻ അസ്തമിക്കുകയാണ്. ബട്ട് ഐ ഫീൽ സോ കോൾഡ്. എനിക്ക് വലിയ തണുപ്പ് അനുഭവപ്പെടുന്നു. ഐ ക്യാൻ സ്റ്റിൽ വാക്ക് എ ലിറ്റിൽ. എനിക്ക് അല്പമൊക്കെ നടക്കാം. ബട്ട് ദാറ്റ്സ് ഓൾ വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ. ദർ ഇസ് നോ ബ്ലഡ് ഇൻ മീ. എനിക്ക് രക്തമില്ല. ബിക്കോസ് ഐ ഹാവ് നോട്ട് ഈറ്റൻ ഫോർ സോ ലോങ്. ഐ ഹാവൻറ്റ് സീൻ അനദർ ഹ്യൂമൻ ബീയിങ് ഫോർ 40 days നൗ. 40 ദിവസമായി ഞാൻ ഒരു മനുഷ്യനെ, സഹജീവിയെ കണ്ടിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അനേക ദിവസങ്ങളായി.
എന്റെ കയ്യിൽ ചില മാസികളുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, there are some magazines here but stories are so silly. ഈ മാസികയിലുള്ള സ്റ്റോറികളൊക്കെ വെറും സില്ലിയാണ്. എന്റെ കയ്യിൽ തനിച്ച് കളിക്കുന്ന ചീട്ടുണ്ട്, സോളിറ്റെയർ, but I cannot do it. അടുത്ത ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ചത്. The only thing I worry about is if God will forgive my sins. അത്രയും എഴുതി ആ മനുഷ്യൻ മരിച്ചുപോയി. എന്റെ കൈകളിൽ ചീട്ടുകളുണ്ട്, എനിക്ക് കളിക്കാൻ ഒക്കുന്നില്ല. എന്റെ കൈകളിൽ മാസികയുണ്ട്, എനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല. എന്റെ ശരീരത്തിൽ രക്തം അധികമില്ല. ഞാൻ മനുഷ്യനെ കണ്ടിട്ട് അനേക നാളുകളായി, ഭക്ഷണം കഴിച്ചിട്ട് 40 ദിവസമായി. അതൊന്നുമല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം, എന്റെ ദൈവം എന്റെ പാപം ക്ഷമിക്കുമോ? ഫിയർ ഓഫ് ഡെത്ത്, afraid of meeting God alone. ദൈവത്തെ തനിച്ച് കണ്ടുമുട്ടുന്ന ഭയം. അവന്റെ അടുക്കൽ ആരുമില്ല. ഞാന് ഇന്ന് ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ നേടുവാൻ കഴിഞ്ഞേക്കാം മരിക്കുന്ന സമയം. യു മേ ബി ഇൻ എ കംഫർട്ടബിൾ സ്റ്റേറ്റ്. എന്താ ഒരു കാര്യം ഓർക്കണം, യുവർ ലാസ്റ്റ് സ്റ്റെപ്പ് നോട്ട് ഈവൻ യുവർ വൈഫ് ക്യാൻ ഹെൽപ്പ് യു. You alone have to take that last step. ആ മരണത്തിന്റെ അവസാനത്തെ ചുവടുകൾ നിങ്ങൾ തനിച്ചെടുക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു വാക്യം വായിക്കാം. ഐസയ ചാപ്റ്റർ 21. ഐസയ 21. യെശയ്യാ പ്രവചനം 21-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം നോക്കാം. ഇതായിരിക്കും അനുഭവം. ഐസയ 21 and verses 4. എന്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. My heart wavered, fearfulness frightened me. The night for which I longed, he turned into fear for me. എന്റെ സഹോദരന്മാരെ, ജീവപര്യന്തം മരണഭീതി. യോബിന്റെ പുസ്തകത്തിൽ വായിച്ചത്, he is marched to the king of terror. ഇവിടെ അത് വായിക്കുന്നു. ഇത് വായിക്കുമ്പോഴൊക്കെ എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന്. ബെൽസസർ എന്ന് പറയുന്ന രാജാവ്, കിങ് ബെൽസസർ, അവിടെ ഭാഗത്ത് എന്താ വായിക്കുന്നത്? തന്റെ ചുറ്റുപാടും അനേക ഭാര്യമാരുണ്ട്, വെപ്പാട്ടികളുണ്ട്, തന്റെ ഗവർണേഴ്സ് ഉണ്ട്, അവിടെ കൽദയൻസ് ഉണ്ട്, മന്ത്രവാദികളുണ്ട്. തനിക്ക് ആരാ ഇല്ലാത്തത്? എല്ലാവരും ചുറ്റുമുണ്ട്. ബെൽസസർ. പക്ഷേ നമ്മള് ദാനിയേൽ ചാപ്റ്റർ 5 verse 6 and 7 ദൈവത്തിന്റെ വിരലിന്റെ ഒരു അറ്റം വന്ന് എഴുതി. ആ എഴുത്ത് കണ്ടപ്പോൾ നാം വായിക്കുന്നത് എന്താണെന്നറിയോ? തന്റെ ഏപ്പ് ആടിത്തുടങ്ങി, മുട്ടുകൾ തമ്മിൽ ഇടിക്കാൻ തുടങ്ങി. ആരായത്? ആരായത്? വലിയവനായ ബെൽഷസർ അനേക ഭാര്യമാരുടെയും അനേക വെപ്പാട്ടുകളുടെ മുന്നിൽ തന്റെ പാടിയിട്ട് മുട്ടുകൾ തമ്മിൽ ഇടിക്കാൻ തുടങ്ങി. എന്താ? he was gripped with fear. അവന് സൈന്യമില്ലേ? ഉണ്ട്. അവന്റെ ചുറ്റുപാടും ആളുകളില്ലേ? ഉണ്ട്. അവൻ രാജാവല്ലേ? ഉണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഭയം കടന്നു വന്നു, മരണഭയം. he was alone, gripped with fear. ആ രാത്രിയിൽ ബെൽഷസർ കൊല്ലപ്പെട്ടു. ഞാൻ ആ ഭാഗം വിടുകയാണ്. ആ ഭാഗം വിടുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സഭാപ്രസംഗി 7:2 നിങ്ങള് വിരുന്നു വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതാണല്ലോ മനുഷ്യന്റെ അന്ത്യം. ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിൽ അത് കരുതിക്കൊള്ളും. ദൈവം പറയുകയാണ്, ജീവിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതും, ചിന്തിക്കും. യെസ്, ഒന്ന് ആലോചിച്ച് നോക്കുക. 2 reactions to death. To some it seems that they welcome the opportunity of being with God. ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ അവർക്ക് ലഭിച്ച അവസരത്തെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പിതാവ് മരിക്കുന്നത് ഞാൻ ഓർത്തുപോയി. അദ്ദേഹം കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് മരിച്ചത്. He was only 64 years old. ഞാൻ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല.
ഡയാലിസിസ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു മറ്റ് ഹെൽത്ത് പ്രോബ്ലം കൊണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് പത്രത്തിൽ ഇടേണ്ടിയ, താൻ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് പത്രത്തിൽ ഇടേണ്ടിയ വാർത്തകൾ താൻ തന്നെ എഴുതി കൊടുക്കുകയാണ്. ആ വീട്ടിലുള്ളവരെ, സൗന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, പന്തൽ ഇത്ര അടി നീളത്തിലിടണം, കുഴി ഇങ്ങനെ എടുക്കണം, എല്ലാം താൻ എല്ലാം ക്രമീകരിച്ചിട്ട് മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. He was waiting for it. എന്താ കാരണം? He was a child of God. അവനൊരു ദൈവപൈതലായിരുന്നു. മരണഭയമില്ലാതെ മരിക്കുന്ന എൻ്റെ പിതാവിന്റെ ചിത്രം എനിക്കറിയാം. നമ്മുടെ അനേക മാതാക്കളും പിതാക്കളും ആ വിധത്തിൽ മരിച്ചു. D.L. മൂഡിയുടെ മരണം, F.W. ഗ്രാന്റിന്റെ മരണം, ഒരു ഭക്തന്റെ മരണം ഉറക്കം പോലെയാണ്. എന്നാൽ മരണഭീതിയിൽ മരിക്കുന്നവരുണ്ട്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, രണ്ട് റിയാക്ഷൻ ഉള്ളതുപോലെ തന്നെ രണ്ട് വിധത്തിലാണ് ഈ മരണത്തെ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഒരു രക്ഷിക്കപ്പെടാത്തവനെ സംബന്ധിച്ച് എല്ലാത്തിന്റെ അവസാനം മരണമാണ്. 146 സങ്കീർത്തനം 4-ാം വാക്യം നോക്കാം. Psalms 146. അനേക പ്രാവശ്യം എന്റെ മനസ്സിൽ ഓടി വന്നിട്ടുള്ളതും ഓടി വരുന്നതുമായ ഒരു വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. Psalms 146 and verses 4. അതിന്റെ 4-ാമത്തെ വാക്യം. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിയേ, in the very day his plans perishes. Man has made many plans. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നു, his spirit departs, he returned to his earth, in the very day his plans perish. അവൻ ഉണ്ടാക്കിയ സകല പദ്ധതികളും അതോടുകൂടെ നശിക്കും. യെസ്, മരണം ഒരു നാച്ചുറൽ മാന്റെ വിഷൻ. സഭാപ്രസംഗിയാണ് ഇതിന്റെ മനോഹരമായ ദൃഷ്ടാന്തം. ഞാൻ ഏതാനും മിനിറ്റ് കൊണ്ട് അതൊന്ന് ഓടിച്ചു പറഞ്ഞ് ഞാൻ നിർത്താം. സഭാപ്രസംഗി എടുക്കുമ്പോൾ 38 പ്രാവശ്യം മായ വാനിറ്റി എന്നുള്ള വാക്ക് 38 പ്രാവശ്യം സഭാപ്രസംഗിയിലുണ്ട്. സൂര്യന് കീഴെ എന്ന് 21 പ്രാവശ്യമുണ്ട്. അണ്ടർ ദ സൺ. സൂര്യന്റെ കീഴിൽ താൻ പരിശോധിക്കുകയാണ്. സഭാപ്രസംഗി 1:2 എന്താ വായിക്കുന്നത്? മായ സകലവും മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. എവറിത്തിങ് ഈസ് വാനിറ്റി. ഒന്നിനും അർത്ഥമില്ല. എന്താണ് വാനിറ്റി അല്ലെങ്കിൽ മായ എന്നുള്ള വാക്കിന്റെ അർത്ഥം? വാനിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് രസകരമായി തോന്നി. ഒരു പ്രൊഫസർ കുട്ടികളെ ആ വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ പ്രൊഫസർ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചതാണ്. ആ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാനിറ്റി? യു ടേക്ക് എ സോപ്പ് ബബിൾ, ഒരു സോപ്പ് കൊണ്ടുള്ള ഒരു ബബിൾ എടുത്തിട്ട് പൊട്ടിക്കുക. ആ പൊട്ടിക്കുമ്പോൾ എന്തവശേഷിക്കുന്നു? ദാറ്റ് ഈസ് വാനിറ്റി. നമ്മളെന്ന് ആലോചിച്ച്, ഒരു സോപ്പ് ബബിൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ശേഷിക്കും? നത്തിങ് ഈസ് ദെയർ. ഇറ്റ് ഈസ് ദ എക്സാക്ട് വേർഡ് used in the Ecclesiastes 38 times. 10 പ്രാവശ്യം മരണത്തെ കുറിച്ച് പറയുന്നു. 10 പ്രാവശ്യം മരണത്തോടുള്ള ബന്ധത്തിൽ മായ എന്ന് പറയാൻ കാരണം, നീ അധ്വാനിച്ചു പണമുണ്ടാക്കാൻ. നിന്റെ മരണസമയം ഒരു സോപ്പ് ബബിൾ പൊട്ടുന്ന പോലെയാണ്. What remains? Nothing remains. നീ ഉണ്ടാക്കിയ പേര്, nothing remains. നീ ഉണ്ടാക്കിയ ഡിഗ്രി, nothing remains. സോളമൻ, ജ്ഞാനിയായ സോളമൻ അവിടെ പറയുന്നു, വാട്ട് പ്രോഫിറ്റ്? എന്ത് ലാഭമാണ് ഇതുകൊണ്ടൊക്കെ? വാട്ട് പ്രോഫിറ്റ്? ആ വാക്ക് 10 പ്രാവശ്യം ആ ബുക്കിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്തു പ്രയോജനം? ഞാൻ ഇന്ന് ആ മറുഭാഗത്ത് എന്ന് പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാണ്. വാട്ട് ഈസ് എ പ്രോഫിറ്റ് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ അറിഞ്ഞ, ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. മാത്രമല്ല 1 കൊരിന്ത്യർ 15:58 പൗലോസ് പറഞ്ഞ എന്താ? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ വെയിൻ. യുവർ ലേബർ ഈസ് നോട്ട് ഇൻ വെയിൻ. ഓ ബ്രദേഴ്സ്, ഓ സിസ്റ്റേഴ്സ്,
We have one life. We have one life. And what we labor for the Lord, it is not vain. But the man who is of this world, everything is in vain. എല്ലാം അവന് മായ. What a wonderful thing. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 3-ാം അധ്യായം, ഞാന് ഈ ഭാഗമെടുത്ത് ശവസംസ്കാര സമയങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കാരണം ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ. 1 കൊരിന്ത്യർ, 1 Corinthians chapter 3. Paul is writing about the inventories of a believer. ഒരു വിശുദ്ധന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം അവന്റെ അവകാശങ്ങൾ. 22-ാമത്തെ വാക്യം, 1 Corinthians chapter 3 and verse 22. പൗലോസോ, അപ്പൊല്ലോസോ, കേഫാവോ, അതിന്റെ 21 തൊട്ട്, ആകയാൽ ആരും മനുഷ്യൻ പ്രശംസിക്കുക, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. എവറിത്തിങ് ഈസ് ഫോർ യു. പൗലോസോ നിങ്ങൾക്കുള്ളതാ, അപ്പൊല്ലോസോ നിങ്ങൾക്കുള്ളതാ, കേഫാവോ നിങ്ങൾക്കുള്ളതാ, ലോകമോ നിങ്ങൾക്കുള്ളതാ, ജീവനോ നിങ്ങൾക്കുള്ളതാ, മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതാണെന്ന് 2 പ്രാവശ്യം ആ ഭാഗത്ത് പറയുമ്പോൾ we can understand everything. പോൾ, അപ്പൊലോസ്, കേഫ, ഇവരൊക്കെ ദൈവദാസന്മാരാണ്. ഇവർക്ക് കൃപാവരങ്ങൾ കൊടുത്ത് ഇവരെ എന്തിനു തന്നു? അവരെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഇപ്പോഴുള്ള ലോകം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. എവറിത്തിങ് ഈസ് ഫോർ യു. ആ ഇൻവെന്ററി പൗലോസ് എഴുതുമ്പോൾ there is a strange possession that is written down as our possession in this inventory. എന്താന്ന് നോക്കിയേ, മരണവും നിങ്ങൾക്കുള്ളതാണ്. ഇതാർക്കും പറയാൻ കഴിയില്ല. ആ വാക്ക് നോക്കിയാട്ടെ, മരണവും നിങ്ങൾക്കുള്ളതാണ്. ഈവൻ ഡെത്ത് ഈസ് യുവേഴ്സ്. എന്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, വിശുദ്ധന്മാർക്ക് മരണം ആരോ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്ന ഒരു കാവൽക്കാരനാണ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാണ്. അനുഗ്രഹത്തിന്റെ കലവറയിലേക്ക് അവൻ കടന്നു പോവുകയാണ്. ദൈവം കരുതിയ കരുതലിലേക്ക് അവൻ കടന്നു പോവുകയാണ്. അവന്റെ കൃപയുടെ അത്യന്ത ധനം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. മരണത്തിന്റെ അപ്പുറത്തോട്ട് നാം കടന്നു പോകുവാൻ മരണവും നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ അവകാശമാണ് മരണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. മരണത്തെ ഭയപ്പെട്ട മനുഷ്യന് മരണം അവന്റെ അവകാശമാക്കി തീർത്തു. ക്രൂശ് മൂലം, യേശുക്രിസ്തുവിന്റെ മരണം മൂലം, എന്നെ ദൈവത്തോട് നിരപ്പിച്ച മൂലം, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നത് മൂലം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ സ്വപുത്രന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നപ്പോൾ ഞാൻ ആലോചിക്കുക, എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ മഹത്വം. ലോകത്തിന്റെ മനുഷ്യൻ അനേക സന്ദർഭങ്ങളിൽ ഞാൻ പല ഫ്യൂണറലുകളിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഞാൻ ഓർക്കാറുണ്ട്. വിശ്വാസികൾക്ക് എത്രയോ ആശ്വാസപ്രദമായ ഒരു സന്ദർഭം. ഒരവിശ്വാസിയുടെ ഫ്യൂണറൽ പോകുമ്പോൾ എന്തുണ്ട് അവൻ ആശ്വസിപ്പാൻ? എന്തുണ്ട്? ഒന്നുമില്ല. നമ്മുടെ പദവി എത്രയോ വലുത്. ആ സ്വർഗീയ പിതാവിനെ നമുക്ക് പുത്രൻ മൂലം വെളിപ്പെടുത്തി. അവന്റെ മരണം മൂലം നമ്മളെ അവനോട് നിർപ്പിച്ചു. മരണം നമ്മുടെ അവകാശമാക്കി മാറ്റി. മനുഷ്യൻ ഭയപ്പെട്ട ഏറ്റവും വലിയ സംഭവം മരണമാണ്. ജീവപര്യന്തം മരണഭീതി. ആ ഭയം എടുത്തു കളഞ്ഞ് ആ മരണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന കലവറയുടെ കാവൽക്കാരനാക്കി മാറ്റി. വണ്ടർഫുൾ. നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വലുതാണ്. ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.